ആശങ്കയും സമ്മർദ്ദവും നമ്മെ ചുറ്റിയാലും ദൈവസന്നിധിയിൽ അവയ്ക്ക് ശക്തിയില്ല. ആൻസിറ്റി പ്രാർത്ഥനയായി മാറുമ്പോൾ പ്രശ്നം സമാധാനമായി മാറുന്നു. ആമേൻ. ഇപ്പോൾ നിന്റെ ഭയം വിട്ടുകൊടുക്കുക, നിന്റെ ഹൃദയം തുറക്കൂ. കേൾക്കുവാൻ പോകുന്ന ഈ പാട്ട് ഒരു ഗാനം മാത്രമല്ല, ഒരു സമർപ്പണമാണ്. പാടുമ്പോൾ വാക്കുകൾ മാത്രം പാടരുത്. നിന്റെ ഹൃദയം തുറക്കൂ, നിന്റെ കണ്ണീർ മറക്കരുത്. അത് പ്രാർത്ഥനയായി മാറട്ടെ. കാരണം അവൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ വിശ്വാസത്തോടെ നമ്മൾ ഈ പാട്ട് ശ്രവിക്കുമ്പോൾ നമ്മെ ദൈവകരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ആശങ്കയുടെ ഭാരവുമായി ഞാൻ നിന്നെ സമീപിച്ചു. അടങ്ങിയില്ല ഹൃദയം, കർത്താവേ നീ കേൾക്കുമോ? കണ്ണീരിന്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നീ മൗനത്തിൽ തന്നെ സമാധാനം ചൊരിയുന്നു. പേടിയുടെ കാറ്റുകൾ വീശിയാലും നിന്റെ വാക്യനെ നിൽക്കാൻ പഠിപ്പിച്ചു. സമ്മർദ്ദം ചുറ്റും വളഞ്ഞാലും നിന്റെ കൃപ എന്നെ താങ്ങി നിർത്തുന്നു. ഞാൻ പ്രേയറാക്കുമ്പോൾ പ്രേഷർ ഈസിയാക്കി മാറ്റുന്നു. തകർന്ന മനസ്സ് നിന്റെ കൈകളിൽ വീണ്ടും പുത്തനായി ഉയർത്തെഴുന്നു. ഇരുട്ട് നീണ്ട രാത്രിയായാലും പ്രഭാതം നീ തന്നെയല്ലോ യേശുവേ. കണ്ണീർ വിതച്ച വഴികളിൽ ആനന്ദകാലം നീ മുളപ്പിക്കുന്നു. പ്രത്യാശയുടെ ശബ്ദം ഹൃദയത്തിൽ ഉയരുന്നു. ഞാൻ നിന്നോടു കൂടെ എന്ന നിന്റെ വാഗ്ദാനം മതിയാകുന്നു. എത്ര പേർക്ക് പറയുവാൻ കഴിയും, കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെ കടന്നുപോയപ്പോൾ പ്രത്യാശയുടെ ശബ്ദം എന്റെ കാതുകളിൽ ആമേൻ നൽകി. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ഞാൻ നിന്നെ ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞ ആ കർത്താവിന്റെ മകനീയ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഹല്ലേലൂയ, നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ടാണ്. ഹല്ലേലൂയ. കാലുകളിൽ തട്ടാതെ, കാലിലെ വീഴ്ചയിൽ നിന്ന്, കണ്ണിനെ കണ്ണുനീരിൽ നിന്ന്, പ്രാണനെ മരണത്തിൽ നിന്ന് വിടുവിച്ചവനായ കർത്താവിനെ ഇന്ന് രാത്രി എത്ര പേർക്ക് നന്ദിയോടെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി മുഴു സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. സകല മഹത്വത്തിലും സകല പുകഴ്ചയ്ക്കും സകല ആരാധനയ്ക്കും യോഗ്യനായ കർത്താവേ, ഇന്ന് രാത്രി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രിയിലും കർത്താവേ അതേ പ്രഘോഷിപ്പാൻ വിശ്വസ്തനെണ്ണി
എന്നെ നിർത്തിയിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകല മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം കർത്താവേ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. രോഗികളായി, ദുഃഖിതരായി, ക്ഷീണിതരായി, ഭാരത്തോടായിരിക്കുന്നവരെ അവിടുന്ന് സമാധാനം കൊണ്ട് നിറയ്ക്കണമേ, പ്രത്യാശയാൽ നിറയ്ക്കണമേ. ദുഷ്ടം തൊടുവാൻ, ദുഷ്ടിവെക്കുവാൻ, തകർത്ത് കളവാൻ അവിടുന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ നന്മകളാലും നിറയ്ക്കണമേ കർത്താവേ. പാപികൾ മനം തിരിയുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ സ്വർഗമിടയാക്കണമേ എന്ന് അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി വചനം കേൾക്കുന്ന എല്ലാവരുടെ മേലും അവിടുത്തെ ആത്മാവിനെ പകരണമേ, അവിടുത്തെ ശക്തിയെ പകരണമേ, അവിടുത്തെ അഭിഷേകത്തെ പകരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ശുശ്രൂഷിപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ, ജനത്തെ അവിടുന്ന് ഒരുക്കണമേ. അങ്ങയുടെ പുണ്യനാമം എല്ലാ നിലയിലും മഹത്വപ്പെടുവാൻ സ്വർഗമിടയാക്കണം. ആദ്യോടൊന്നും പരിശുദ്ധാത്മാവൻ ദൈവം കൂടെയിരിക്കും. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ താഴ്മയാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. ഇന്ന് രാത്രി സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ അതിരാവിലെ തിരുസന്നിധിയിൽ രാത്രി കൂട്ടായ്മയിൽ സ്വദേശത്ത്, വിദേശത്ത്, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ, കേരളത്തിന്റെ വിവിധ ജില്ലകളിൽ, ലോകരാജ്യങ്ങളിൽ നിന്നുകൊണ്ട് പങ്കാളിത്തം വഹിക്കുന്ന എല്ലാവർക്കും ഇരുന്നവനും ഇരിക്കുന്നവനും ആദ്യനും അന്ത്യനും അൽഫയും ഒമേഗയും വീണ്ടും വരുന്നവനുമായ നിസ്തുല്യനായ യേശു കർത്താവിന്റെ നാമത്തിൽ ക്രിസ്തീയ വന്ദനം അറിയിച്ചുകൊണ്ട് ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചിന്തിപ്പാനായി നൽകിയിരിക്കുന്ന ആമേൻ വേദഭാഗം വായിച്ച് ആമേൻ ദൈവം എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്ന ആമേൻ ശുശ്രൂഷ നിർവഹിച്ച് പ്രാർത്ഥിച്ച് ഈ കൂട്ടായ്മ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. സങ്കീർത്തനങ്ങൾ 27-ന്റെ 14-ാമത്തെ വാക്യം ശബ്ദമുയർത്തി വായിക്കാം. യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, ഹൃദയം ഉറച്ചിരിക്കട്ടെ, ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക, അതേ യഹോവയെങ്കിൽ പ്രത്യാശ വയ്ക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്ന് രാത്രി ടെക്നിക്കൽ പ്രോബ്ലം ആമേൻ നേരിടുന്നു ആയതുകൊണ്ട് ആർക്കെങ്കിലും കമന്റ് ചെയ്യുവാൻ പറ്റാതായാലോ, ആമേൻ ആർക്കെങ്കിലും ഇത് കാണുവാൻ സാധിക്കാതെ പോയാലോ സാദരം ക്ഷമിക്കുക. ദൈവമായ കർത്താവ് ആമേൻ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രിയരെ, ഇന്നത്തെ ലോകം നമ്മെ ക്ഷീണിപ്പിക്കുന്ന ലോകമാണ്. വാർത്തകൾ ഭയപ്പെടുത്തുന്നു, വിലക്കയറ്റം നമ്മെ ഞെരുക്കുന്നു, അല്ലേ? ഇഷ്ടപ്പെട്ട പലതും വാങ്ങിക്കുവാൻ കഴിയാതെ പലരും ഞെരുങ്ങുന്ന ഒരു കാലമാണ്. ഹല്ലേലൂയ. ആരോഗ്യപരമായ റിപ്പോർട്ടുകൾ നമ്മെ ആശങ്കപ്പെടുത്തുന്നു. ഹല്ലേലൂയ. പലരുടെയും മെഡിക്കൽ റിപ്പോർട്ട് പലരെയും ആമേൻ സങ്കടത്തിലാക്കുകയാണ്. ബന്ധങ്ങൾ തകർന്നു പോകുന്നു. എന്നാൽ ഇന്നത്തെ രാത്രി ദൈവം നമ്മോട് പറയുന്നത് സാഹചര്യത്തിലല്ല, ആമേൻ, യഹോവയിൽ പ്രത്യാശ വെക്കുക. കാരണം പ്രത്യാശ ഒരു വികാരമല്ല, ആമേൻ, പ്രത്യാശ ഒരു തീരുമാനമാണ്. പ്രത്യാശ ഒരു ആത്മീയ നിലപാടാണ്. നീ ഇപ്പോൾ ഒരുപക്ഷെ കരഞ്ഞുകൊണ്ടായിരിക്കാം ഈ സന്ദേശം ശ്രവിക്കുന്നത്. പക്ഷേ നിന്റെ കണ്ണുനീരിനേക്കാൾ വലുതാണ് നിന്റെ ദൈവം. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്നവൻ, ഹൃദയം മുറുകിയവർക്ക് സമീപത്ത്, മനസ്സ് തകർന്നവനെ രക്ഷിക്കുന്നവൻ. പ്രിയരെ, ഇന്നത്തെ കാലഘട്ടം ഞാൻ ഓർപ്പിച്ചതുപോലെ പ്രത്യാശ തിന്നുകളയുന്ന കാലമാണ്. സാമ്പത്തിക പ്രതിസന്ധി അനേകരെ തളർത്തിക്കൊണ്ടിരിക്കുന്നു.
ആരോഗ്യപരമായ ഭയം അനേകരെ നിരാശപ്പെടുത്തി, പ്രത്യാശ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ, കുടുംബ പ്രശ്നങ്ങൾ അനേകരെ തളർത്തിക്കൊണ്ടിരിക്കുമ്പോ, ആത്മീയ ക്ഷീണങ്ങൾ, ആത്മീയ മരണങ്ങൾ അനേകരുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോ, ദൈവം പറയുന്നത് സാഹചര്യത്തിലല്ല, യഹോവയിൽ പ്രത്യാശ വെക്കുക. ഞാൻ ഓർമ്മിച്ചല്ലോ, പ്രത്യാശ ഒരു വികാരമല്ല, പ്രത്യാശ ഒരു തീരുമാനമാണ്, പ്രത്യാശ ഒരു ആത്മീയ നിലപാട്. ഇന്ന് രാത്രി ആമേൻ നാം വായിക്കപ്പെട്ട ആ തിരുവചനം ആമേൻ ഒരിക്കൽ കൂടെ വായിക്കാം. ഹല്ലേലൂയ. യഹോവയിൽ പ്രത്യാശ വെക്കുക, ധൈര്യപ്പെട്ടിരിക്കുക, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ, യഹോവയിൽ പ്രത്യാശ വെക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പ്രത്യാശയുടെ ഉറവിടം ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും വിഷയത്തിനകത്ത് നിരാശയോടെ, സങ്കടത്തോടെ, ആമേൻ ആവലാതിയോടെ ആമേൻ ആയിരിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, പ്രത്യാശയുടെ ഉറവിടം ദൈവം തന്നെയാണ്. ഹല്ലേലൂയ. ആമേൻ. നിന്നെ ബലപ്പെടുത്തുന്നവൻ, നിന്നെ ശക്തീകരിക്കുന്നവൻ, നിന്നെ ഉയർത്തുന്നവൻ, നിന്നെ ബലപ്പെടുത്തുന്നവൻ, നിന്നെ താങ്ങുന്നവൻ സർവശക്തനായ ദൈവമാണ്. അതുകൊണ്ട് കണ്ണുനീരിന്റെ പ്രവാചകനിലൂടെ ആമേൻ തന്റെ ജനമായ ഇസ്രായേൽ ജനത്തോട് ഇങ്ങനെ ആമേൻ പ്രവചിച്ചു പറഞ്ഞത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 17-ാം അധ്യായം അതിന്റെ 7-ാം വാക്യം, യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. വായിച്ചാട്ടെ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ആമേൻ. യഹോവ തന്നെ, ഹല്ലേലൂയ, വായിച്ചേ. യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ഇന്ന് ലോകം പറയുന്നത് ആമേൻ നിന്റെ കഴിവിൽ വിശ്വസിക്കൂ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിന്റെ ആമേൻ അതേ കഴിവിൽ ആമേൻ വിശ്വസിക്കൂ. പക്ഷെ വചനം പറയുന്നു ദൈവത്തിൽ ആശ്രയിക്കൂ. ഹല്ലേലൂയ. നമ്മുടെ ബാങ്ക് ബാലൻസ് ആമേൻ മാറാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയാം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ആരോഗ്യ റിപ്പോർട്ട് മാറാം. ഹല്ലേലൂയ. ആരോഗ്യ റിപ്പോർട്ടിനകത്ത് വേരിയേഷനുകൾ ഉണ്ടാകാം. ഹല്ലേലൂയ. ആമേൻ. ബന്ധങ്ങൾ മാറാം. പക്ഷേ യഹോവ മാറുന്നില്ല. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ഇന്ന് രാത്രി ശ്രവിക്കുന്ന ശ്രോതാക്കളെ, നിന്റെ ബാങ്ക് ഡിപ്പോസിറ്റ് കുറയാം. ഹല്ലേലൂയ. ആമേൻ. അതെ, നിന്റെ ആമേൻ ആരോഗ്യം ആമേൻ അതെ തകരാറിലാകാം. പ്രൈസ് ദി ലോർഡ്. അതെ, റിപ്പോർട്ട് മാറി മറയാം. ഹല്ലേലൂയ. ബന്ധങ്ങൾ മാറാം. പക്ഷേ ഇന്ന് രാത്രി ശക്തമായി ദൈവത്തിന്റെ വചനം പറയുന്നു, ഞാൻ മാറാത്തവനാണ്. ഹല്ലേലൂയ. യഹോവ മാറാത്തവൻ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 13-ാം അധ്യായം അതിന്റെ 8-ാം വാക്യം ഒന്ന് വായിക്കാം. എബ്രായ ലേഖനം 13-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യം തന്നെ. ഹല്ലേലൂയ. ആമേൻ. ഇന്നലത്തെ തലമുറയ്ക്ക് ഹല്ലേലൂയ ആമേൻ ദൈവം ആമേൻ ഇന്നലകളിൽ എന്നെങ്ങനെ ആയിരുന്നുവോ ഇന്നും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. യേശുക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും ഒരുപോലെയാകുന്നു. ഹല്ലേലൂയ. പൂർവ്വ പിതാക്കന്മാരെ നടത്തിയ ദൈവം ഇന്നും നടത്തുവാൻ ശക്തനാണ്. മരുഭൂമിയിൽ ആമേൻ നീരുറവയെ തുറന്ന ദൈവം, മരുഭൂമിയിൽ ആമേൻ മന്നയെ നൽകിയ ദൈവം,
മരുഭൂമിയിൽ കാടപ്പക്ഷിയെ ഇറക്കിയ ദൈവം ഇന്ന് രാത്രിയിലും മാറാത്തവനാണ്. ഹല്ലേലൂയ. ആമേൻ. എബ്രായ ലേഖന കർത്താവ് ആമേൻ ഈ തലമുറയിലായിരിക്കുന്ന ആമേൻ ദൈവവിശ്വാസികളോട് ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ അംഗങ്ങളായിരിക്കുന്നവരോട് അതേ പറയുന്നു. ആമേൻ. യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും അനന്യനാണ്. എന്താ അതിന്റെ അർത്ഥം? ഇന്നലെയും ഇന്നും എന്നും ഒരുപോലെ പ്രവർത്തിക്കുന്നവനാണ്. ഹല്ലേലൂയ. എന്നാൽ ആമേൻ ധൈര്യം നഷ്ടപ്പെടുന്ന തലമുറയാണ് ഇന്ന് നമുക്ക് ചുറ്റുപാടും കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇന്നത്തെ തലമുറയ്ക്ക് വലിയ പ്രശ്നമാണ്. എന്താ പ്രശ്നം എന്നറിയാമോ? മാനസിക സമ്മർദ്ദം. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രിയിലും മാനസിക സമ്മർദ്ദത്തിനകത്ത് കഴിയുന്ന അനേക പ്രിയപ്പെട്ടവര് സ്വയം ജീവിതം നശിപ്പിക്കുന്നു. ഹല്ലേലൂയ. പലരും മദ്യത്തിനും മയക്കുമരുന്നിനും ദുശീലങ്ങൾക്കും അടിമകളായി കൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിന്റെ 10-ാം വാക്യത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് അഭിഷേകനിലൂടെ ഇങ്ങനെ പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി തലമുറകളോട് പറയാം, ആമേൻ, നിന്റെ പ്രശ്നം എന്തുമാകട്ടെ, നിന്നെ മാനസികമായി സമ്മർദ്ദത്തിലേക്ക് നയിക്കുന്ന ഏത് വിഷയമായിരുന്നാലും ആ വിഷയത്തിനകത്ത് നിന്ന് ആമേൻ നിന്നെ പുറത്തെടുക്കുവാൻ കഴിയുന്ന ഒരു ദൈവം ആമേൻ ഇന്ന് രാത്രി ആമേൻ അതേ പറയുന്നു, ഭയപ്പെടേണ്ട, ആമേൻ, ഞാൻ നിന്നോട് കൂടെയുണ്ട്. വായിച്ചാട്ടെ. നീ ഭയപ്പെടേണ്ട, നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഞാൻ നിന്നോട് കൂടെയുണ്ട്. നോക്കണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും. ഞാൻ നിന്നെ ശക്തീകരിക്കും. നിന്നെ സഹായിക്കും. ഞാൻ നിന്നെ സഹായിക്കും. നീതിയുള്ള ഓ, എന്റെ നീതിയുള്ള വലങ്കരത്തിൽ ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഇന്ന് രാത്രി നിന്നെ താങ്ങുന്ന ഒരു കരം. ഹല്ലേലൂയ. കൂടെയുണ്ട്. ആമേൻ. വിശ്വസിക്കുന്നവർ ഓ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആമേൻ. ദൈവം നമ്മെ പ്രശ്നങ്ങളിൽ നിന്ന് ഒഴിവാക്കുന്നില്ല, പക്ഷേ പ്രശ്നത്തിനുള്ളിൽ നിൽക്കാൻ ശക്തി നൽകുന്നവനാണ്. ഹല്ലേലൂയ. ഇന്ന് ആരെങ്കിലും ആമേൻ ഈ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ആമേൻ ആത്മഹത്യ ചിന്തയോടെ, നിരാശയോടെ, കടബാധ്യതയോടെ ആയിരിക്കുന്നുവെങ്കിൽ ദൈവം പറയുന്നു, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. ആത്മഹത്യയല്ല ആമേൻ നിന്റെ പരിഹാരം. ഹല്ലേലൂയ. ആത്മഹത്യ ചിന്തയോടെ, നിരാശയോടെ, കടബാധ്യതയോടെ ആമേൻ ഇന്ന് രാത്രി ആയിരിക്കുന്ന ജനത്തോടായി ദൈവം പറയുന്നു, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. ഹല്ലേലൂയ. കാരണം പ്രത്യാശയുടെ ഉറവിടം മാറാത്ത ദൈവമാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം ആമേൻ 17:7 നാം വായിച്ചത് ഇങ്ങനല്ലേ, യഹോവയിൽ ആശ്രയിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ഹല്ലേലൂയ. ലോകം പറയുന്നു ആമേൻ അതേ സെൽഫ് കോൺഫിഡൻസ് ഹല്ലേലൂയ വേണമെന്ന്. ഹല്ലേലൂയ. ആമേൻ. സ്വയം നിയന്ത്രണം വേണം. ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു ആമേൻ ഗോഡ് കോൺഫിഡൻസ് വേണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. നിനക്ക് നിന്നിൽ തന്നെ പ്രത്യാശ വേണമെന്ന് ലോകം പറയുമ്പോൾ ഹല്ലേലൂയ. ആമേൻ. വചനം പറയുന്നു നീ ദൈവത്തിൽ പ്രത്യാശയുള്ളവനായി മാറണം. നമ്മുടെ ബാങ്ക് ബാലൻസ് മാറാൻ കേട്ടോ, നമ്മുടെ ജോലി മാറാൻ കേട്ടോ, നമ്മുടെ ബന്ധങ്ങൾ മാറാൻ കേട്ടോ, എന്നാൽ മാറാത്ത ഒരുവൻ ആമേൻ നമ്മുടെ കൂടെയുണ്ട്. ആമേൻ. വചനം പറയുന്നു, 2-3 പേർ എന്റെ നാമത്തിൽ കൂടി വരുന്നവരുടെ മധ്യേ ഞാനുണ്ട്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആ സാന്നിധ്യം അനുഭവിക്കുന്നവർ ആമേൻ എവിടെ ആയിരുന്നാലും ഇന്ന് രാത്രി ആ കരമുയർത്തി കർത്താവിന് മഹത്വം കൊടുക്കുക. ആമേൻ. എബ്രായ ലേഖനം 13:8 നാം വായിച്ചത് ഇങ്ങനെയാണ്, ആമേൻ, യേശു ക്രിസ്തു ഇന്നും ഇന്നലെയും എന്നേക്കും ഒരുപോലെയാകുന്നു. ഹല്ലേലൂയ. നിന്റെ സാഹചര്യം മാറിയാലും നിന്റെ രക്ഷകൻ മാറുന്നില്ല.
ഹല്ലേലൂയ. കരമടിച്ച് നന്ദിയോടെ ഇന്ന് രാത്രി അവൻ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയാട്ട് അവൻ ആരാധനയ്ക്ക് യോഗ്യനാണ്. അവൻ സകല മഹത്വത്തിനും സകല പുകഴ്ചയ്ക്കും യോഗ്യനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഭയം നിറഞ്ഞ കാലഘട്ടമാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഭയത്തോടായിരിക്കുന്ന ആമേൻ ചിലരെ പരിശുദ്ധാത്മാവ് കണ്ട് വീണ്ടും പറയുന്നു, യെശയ്യാവ് 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. വിറങ്ങലിക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഹല്ലേലൂയ. ഇന്ന് ലോകം മുഴുവൻ ഭയത്തിന്റെ ഭാഷ സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. വാർത്തകൾ ചാനലുകൾ മാറി മാറി നോക്കിയാൽ, സോഷ്യൽ മീഡിയ നോക്കിയാൽ, ഹല്ലേലൂയ, വാർത്തകൾ തുറക്കുമ്പോൾ യുദ്ധ വാർത്തകളാണ്. ഹല്ലേലൂയ. ബാങ്കിൽ നിന്ന് വരുന്ന സന്ദേശങ്ങൾ ആമേൻ തുറക്കുമ്പോൾ ആമേൻ EMI ഓർമ്മപ്പെടുത്തലാണ്. ആമേൻ. അതെ, ലോൺ അടയ്ക്കേണ്ടതായ ആമേൻ ഡേറ്റുകൾ, ആമേൻ പലിശ അടയ്ക്കേണ്ടതായ ആമേൻ അതെ തീയതികൾ, ഹല്ലേലൂയ, ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. റിപ്പോർട്ട് തുറക്കുമ്പോൾ, ഡോക്ടർ തന്ന റിപ്പോർട്ട് തുറക്കുമ്പോൾ, റിസൾട്ട് നോക്കുമ്പോൾ ആമേൻ ശാരീരികമായ രോഗം, ആരോഗ്യം, ആമേൻ ഭയം, ഹല്ലേലൂയ, അലട്ടുകയാണ്. പക്ഷെ ദൈവം പറയുന്നത് ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഇന്ന് രാത്രി ആരോഗ്യ മേഖലയിൽ ഭയത്തോടായിരിക്കുന്നവരോട്, സാമ്പത്തിക മേഖലയിൽ ഭയത്തോടായിരിക്കുന്നവരോട് ആമേൻ ദൈവത്തിന്റെ വചനം പറയുന്നു, ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ആമേൻ. ദൈവം പ്രശ്നം നീക്കുമെന്ന് മാത്രമല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഞാൻ നിന്റെ പ്രശ്നം ആമേൻ തീർത്തു തരാമെന്ന് മാത്രമല്ല പറഞ്ഞത്. ഞാൻ നിന്റെ പ്രശ്നം പരിഹരിച്ച് തരാം എന്ന് മാത്രമല്ല പറഞ്ഞത്. ആമേൻ. ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞത്. ഹല്ലേലൂയ. ആമേൻ. ഇത് പ്രസന്റ് തിയോളജിയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ സാന്നിധ്യമാണ് നമ്മുടെ ശക്തി. ഹല്ലേലൂയ. ആമേൻ. കഷ്ടതയുടെ നടുവിലും, വേദനയുടെ നടുവിലും, പ്രതികൂലത്തിന്റെ നടുവിലും, പ്രതിസന്ധിയുടെ നടുവിലും അനുഭവിപ്പാൻ കഴിയുന്ന ആ ദൈവ സാന്നിധ്യമുണ്ടല്ലോ, അതാണ് നമ്മുടെ ശക്തി, അതാണ് നമ്മുടെ ബലം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ആമേൻ മാനസിക സമ്മർദ്ദം, ആമേൻ ഒരു ആത്മീയ യുദ്ധം, ഹല്ലേലൂയ, ആമേൻ ഇന്ന് യുവജനങ്ങളിൽ കാണുന്ന വലിയ ഒരു പ്രശ്നമാണ്. ഹല്ലേലൂയ. ആത്മവിശ്വാസക്കുറവ്, ഹല്ലേലൂയ, ആമേൻ താരതമ്യ ബോധം, ഹല്ലേലൂയ, ഇന്നത്തെ തലമുറകളെ ആമേൻ ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. അവർക്ക് അവരിൽ തന്നെ ഒരു ആത്മവിശ്വാസമില്ല. പ്രൈസ് ദി ലോർഡ്. എന്നെ കൊണ്ട് ഇത് പൂർത്തീകരിച്ച് ആമേൻ എനിക്കൊരു നല്ല നാള് ആമേൻ എൻ്റെ ദൈവം എനിക്ക് നൽകി തരുമെന്ന് ആമേൻ അവർക്ക് അവരിൽ തന്നെ ഒരു വിശ്വാസമില്ല. ഹല്ലേലൂയ. പിന്നെ അവര് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുകയാണ്. ഹല്ലേലൂയ. മറ്റുള്ളവരെ വെച്ച് താരതമ്യം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ആമേൻ. സോഷ്യൽ മീഡിയ ഡിപ്രഷൻ, ആമേൻ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്ന പല കാര്യങ്ങളും തലമുറകളെ ഡിപ്രഷനിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ദൈവം തന്റെ സഭയ്ക്ക് ആമേൻ ലേഖനം എഴുതിയപ്പോൾ റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ഹല്ലേലൂയ. വായിച്ചാട്ടെ. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യം. എന്നാൽ മുൻ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടും നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകുന്നതിനും തന്നെ എഴുതിയിരിക്കുന്നു. ശ്രദ്ധിച്ചേ, വചനങ്ങൾ നമ്മുടെ ഉപദേശത്തിനായിട്ട് എന്തിരിക്കുക എഴുതപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് പ്രത്യാശ ഉണ്ടാകേണ്ടതിന്. ഹല്ലേലൂയ. എന്തിനാ എഴുതപ്പെട്ടിരിക്കുന്നത്? ആമേൻ. ദൈവസഭയിലായിരിക്കുന്ന ദൈവജനത്തിന് പ്രത്യാശ ഉണ്ടാകേണ്ടതിനാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ലോകം നമ്മെ താരതമ്യം ചെയ്യുന്നു, എന്നാൽ വചനം നമ്മെ
തിരിച്ചറിയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ലോകം പറയുന്നു ആമേൻ നീ പോരാ, ആമേൻ നീ ശരിയാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ വചനം പറയുന്നത് എന്താണെന്നറിയാമോ? നീ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന്. ഹല്ലേലൂയ. ലോകം നിന്നെ കൊള്ളത്തില്ലെന്ന് പറയുമ്പോ, ആമേൻ ലോകം നിന്നെ വേണ്ടെന്ന് പറയുമ്പോ, സ്വർഗം പറയുകയാണ് ഹല്ലേലൂയ, നീ ദൈവത്തിന്റെ രൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. അവനോട് അനുരൂപമാകുവാൻ നിന്നെ വിളിച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് രാത്രി ചിന്തയും ആശങ്കയും ആത്മാവിനെ ആമേൻ തളർത്തുമ്പോൾ, ആമേൻ ആത്മാവിന്റെ സന്തോഷത്തെ അതേ തകർക്കുമ്പോൾ, ഹല്ലേലൂയ, ചിന്തയും ആശങ്കയും ആത്മാവിന്റെ മോഷ്ടാക്കളാണെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ടാണ് ആമേൻ ദൈവസഭയ്ക്ക് ആമേൻ പരിശുദ്ധാത്മാവ് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹയിലൂടെ ലേഖനം എഴുതിയപ്പോ ഇങ്ങനെ എഴുതിയത്. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ, ഒന്നിനെ കുറിച്ചും എന്ത് ചെയ്യരുത്, വിചാരപ്പെടരുത്. ഹല്ലേലൂയ. എല്ലാറ്റിനും പ്രാർത്ഥനയോടെ അപേക്ഷയോട് കൂടെ ആമേൻ സ്തോത്രത്തോടു കൂടെ ഹല്ലേലൂയ ദൈവത്തോട് ആമേൻ അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം ആമേൻ 4-ാം അധ്യായം 6-7 വാക്യം. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിങ്കൽ കാക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഒന്നിലും ചിന്തിക്കേണ്ട, ആമേൻ, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടേണ്ട. ഹല്ലേലൂയ. എല്ലാറ്റിലും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ ഹല്ലേലൂയ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടതെന്ന തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്നാൽ ഇന്നത്തെ തലമുറ ആമേൻ എന്താ പ്രശ്നം എന്നറിയോ? അവര് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ഇന്നത്തെ തലമുറ എല്ലാം കണക്ക് കൂട്ടുന്നു. പ്രൈസ് ദി ലോർഡ്. എന്താ അവരുടെ കണക്ക് കൂട്ടൽ എന്നറിയോ? ആമേൻ ഭാവി എന്താകും, ആമേൻ ഭാവി എങ്ങനെ ആയിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. അവര് ഇപ്പോഴാ ജീവിക്കുന്നതെങ്കിലും ആമേൻ ഒരു 100 കൊല്ലത്തിന് അപ്പുറത്തെ കാര്യമാണ് ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്നത്തെ കാര്യം, ഇന്നത്തെ ദിവസത്തെ കാര്യമല്ല ചിന്തിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതെ, 5 കൊല്ലം അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ തലമുറ എന്ത് ചെയ്യുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. പിന്നെ ജോലി. ആമേൻ. ഹല്ലേലൂയ. ഇപ്പൊ പഠിച്ചോണ്ടിരിക്കുകയാണ്. പഠനം കഴിഞ്ഞ് ആമേൻ ജോലി, എങ്ങനെ ജോലി, ഏത് ജോലി, ആ ജോലിയിൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്താണ്. സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ ബന്ധം. ആമേൻ. ഇപ്പോ പഠിക്കേണ്ട സമയമാ. നാളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എങ്ങനെ ആയിരിക്കും, കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കും. ആമേൻ. ഇന്നത്തെ തലമുറയുടെ ആമേൻ ജീവിതത്തെ കുറിച്ചാണ് പറയുന്നത്. ഹല്ലേലൂയ. പിന്നെ സാമ്പത്തികം. ഇത്യാദി കാര്യങ്ങളെ കുറിച്ച് തലമുറ തലപുകഞ്ഞ് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നാളെ എന്റെ ഭാവി ശുഭകരമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം. ആമേൻ. നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി ആമേൻ ഞാൻ എന്ത് ചെയ്യണം. ഹല്ലേലൂയ. നല്ലൊരു ബന്ധം, ആമേൻ, നല്ലൊരു ബന്ധത ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യണം. ആമേൻ. സാമ്പത്തികം. ആമേൻ. എങ്ങനെ നല്ല ഒരു സാമ്പത്തിക ഭദ്രത. ആമേൻ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ വചനം പറയുന്നു ആമേൻ ചിന്തിക്കേണ്ട, പ്രാർത്ഥിക്കൂ. ഹല്ലേലൂയ. ആമേൻ. ചിന്തിക്കേണ്ടെന്ന്. ഹല്ലേലൂയ. നീ പ്രാർത്ഥിക്കൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ അങ്ങനെ പറയാൻ കാരണം? ഹല്ലേലൂയ. ഈ ചിന്തകൾ നമ്മളെ ആശങ്കയിലേക്ക് നയിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആമേൻ. ആൻസിറ്റി. ഹല്ലേലൂയ. ആമേൻ. ആശങ്കയിലേക്ക് കൊണ്ടുപോയി നമ്മെ തകർക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ആമേൻ നീ ആമേൻ ആൻസിറ്റിയെ ആമേൻ പ്രാർത്ഥന ആക്കി മാറ്റുവാൻ ഇടയാകണം. പ്രൈസ് ദി ലോർഡ്. നിന്റെ ചിന്തകളും നിന്റെ വിചാരങ്ങളും ആമേൻ നിന്റെ സമയത്തെ കവർന്നെടുക്കുവാൻ അനുവദിക്കാതെ നീ
പ്രാർത്ഥനാ റൂമിനകത്ത് നിന്റെ വിധാനങ്ങളെ ആമേൻ, നിന്റെ ചിന്തകളെ ആമേൻ ഫലമേൽപ്പിച്ചിട്ട് നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ഹല്ലേലൂയ പ്രഷറിനെ പീസാക്കി ദൈവം മാറ്റും. ഹല്ലേലൂയ ആമേൻ. എത്ര പേർക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട്? ആമേൻ. അനിശ്ചിതനെ ആമേൻ പ്രയറാക്കി മാറ്റുമ്പോ പ്രഷറിനെ പീസാക്കി മാറ്റുന്ന ദൈവം ആമേൻ. നിന്റെ ആശങ്കയെ, നിന്റെ ആകുലതയെ ആമേൻ നിന്റെ തലയ്ക്കകത്ത്, നിന്റെ മനസ്സിനകത്ത് ഇട്ട് നിന്റെ ഉറക്കത്തെ കെടുത്തി, നിന്റെ സമയത്തെ ആമേൻ അതെ കവർന്ന് നിന്നെയും ആമേൻ നിന്റെ ഭാവിയെയും തകർക്കാൻ ദുഷ്ടൻ പദ്ധതിയിടുമ്പോ ദൈവത്തിന്റെ വചനത്തിൽ നീ വേരൂന്നണം. ദൈവത്തിന്റെ വചനത്തിൽ നീ പ്രത്യാശ വെക്കണം. സകല ഭാരവും എന്റെ മേൽ ഇട്ടുകൊള്ളുവാൻ പറഞ്ഞ ആമേൻ കർത്താവിലേക്ക് ആ വിഷയത്തെ ഫലമേൽപ്പിച്ച നീ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോ നിന്റെ സമ്മർദ്ദം, നിന്റെ ആശങ്ക, നിന്റെ പ്രഷർ ആമേൻ പീസാക്കി ദൈവം മാറ്റും. എന്ന് വെച്ചാൽ ആമേൻ നിന്റെ ജീവിതത്തിൽ ലോകം നൽകാത്ത സമാധാനം ദൈവം നിറയ്ക്കുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ ആമേൻ. സകല ബുദ്ധിക്കും ഹല്ലേലൂയ ആമേൻ ആത്മീയ സമാധാനം ആമേൻ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ആമേൻ നിറയ്ക്കുവാൻ തക്കവണ്ണമിടയാകും. ഹല്ലേലൂയ. ഇത് മാനസിക ചികിത്സയല്ല, ആമേൻ, ഇത് ആത്മീയ ഇടപെടലാണ്. ഹല്ലേലൂയ. പ്രിയരേ, ഇന്ന് നമ്മുടെ തലമുറയുടെ ഏറ്റവും വലിയ ശത്രു പാപമല്ല, പ്രൈസ് ദി ലോർഡ്, പിന്നെന്താണ്? ഭയമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്തിനെ കുറിച്ചാണ് ആമേൻ അതേ ഭയപ്പെടുന്നത്? അടുത്തത് എന്താകും? ഹല്ലേലൂയ. എന്റെ പഠനം കഴിഞ്ഞാൽ എന്താകും? എന്റെ കല്യാണം കഴിഞ്ഞാൽ എന്താകും? ആമേൻ എനിക്ക് മക്കളുണ്ടായി കഴിഞ്ഞാൽ എന്താകും? ആമേൻ ഞാൻ പ്രായമായി കഴിഞ്ഞാൽ എന്താകും? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് നമ്മുടെ തലമുറയുടെ ഏറ്റവും വലിയ ആമേൻ ശത്രു പാപമല്ലെന്ന്, പ്രൈസ് ദി ലോർഡ്, പിന്നെന്താ? ഭയമാണ്. ഹല്ലേലൂയ. ഈ ഭയമാണ് അവരെ പാപത്തിലേക്ക് ആമേൻ വലിച്ചടുപ്പിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ നാളെ എന്താകും? ആമേൻ എന്താകും? അങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്ത് ആമേൻ അത് ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ, അല്ലെങ്കിൽ ബസ് സ്റ്റോപ്പിലൂടെ ആമേൻ പരിചയപ്പെട്ട് ആമേൻ എന്താകും? ആമേൻ ജോലി കാര്യമാണോ? കൂടെ പോരെ, ജോലി ഞാൻ ശരിയാക്കാമെന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജോലി നിലനിൽക്കുമോ? ജോലിയുള്ളവരെ ചിന്തിക്കുന്നത് എന്താ? എന്റെ ജോലി നിലനിൽക്കുമോ? ഹല്ലേലൂയ. ഇന്ന് രാത്രിയിലും ആമേൻ ഈ കാലഘട്ടങ്ങളിൽ അനേകരെ തളർത്തിക്കൊണ്ടിരിക്കുന്നത് ജോലി ഇല്ലായ്മയല്ല, ജോലി ഉണ്ട്, പക്ഷെ ആ ജോലി നിലനിൽക്കുമോ എന്നാണ്. ജോലി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ആമേൻ എനിക്കൊരു ജോലി കിട്ടുമോ എന്നുള്ള ചിന്തയാണ്. ചിലരെ സംബന്ധിച്ചിടത്തോളം എന്റെ ആരോഗ്യ റിപ്പോർട്ട് എന്താകും? ആമേൻ. ഡോക്ടർ പറഞ്ഞിരിക്കുന്ന ആ റിപ്പോർട്ട് എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്ന്. ആമേൻ. അതുകൊണ്ട് എന്റെ കയ്യിൽ വെച്ചിരിക്കുന്ന ആരോഗ്യ റിപ്പോർട്ട് ആമേൻ എന്നെ ആ ആശങ്കയിലേക്ക്, ആകുലതയിലേക്ക് നയിക്കുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ആ റിപ്പോർട്ട് നോക്കി ഞാൻ ഭയപ്പെട്ടിരിക്കാതെ ആമേൻ ആ റിപ്പോർട്ട് ആമേൻ പ്രാർത്ഥനാ റൂമിനകത്ത് ആമേൻ ദൈവ കരങ്ങളിൽ വെച്ച് ആമേൻ നീ ചിന്തിച്ച്, നീ വിചാരപ്പെട്ട് സമയം പോക്കാതെ നീ പ്രാർത്ഥിക്കുവാൻ തയ്യാറായാൽ ആമേൻ നിന്റെ ഡിപ്രഷനെ, നിന്റെ ആൻസിറ്റിയെ ആമേൻ പീസാക്കി, ആമേൻ പ്രഷറിനെ പീസാക്കി മാറ്റുന്ന ദൈവത്തിന്റെ ആ ശക്തി ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരുടെ മേൽ സ്വർഗ്ഗം പകരുന്ന രാത്രിയാ. എത്ര പേർ ആമേൻ പറഞ്ഞ് അത് സ്വീകരിക്കുവാൻ തയ്യാറാകും? ഹല്ലേലൂയ. എന്റെ മക്കളുടെ ഭാവി എങ്ങനെയാകും? ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ പലരും കരയുന്നത് മക്കളെ ചൊല്ലിയാണ്. ആമേൻ. നീ മക്കളെ ചൊല്ലി ആമേൻ വ്യാകുലപ്പെട്ടിരിക്കാതെ ആമേൻ ആമേൻ മക്കളെ തന്ന ദൈവത്തിന്റെ സന്നിധിയിൽ ആമേൻ ആ വിഷയത്തെ സ്തോത്രത്തോടെ ആമേൻ അതെ പറഞ്ഞ് ആമേൻ നീ പ്രാർത്ഥിച്ചു നോക്കിക്കേ. നിന്റെ മക്കളുടെ ഭാവിയെ സ്വർഗം ആമേൻ ധന്യമാക്കി തീർക്കുന്നത് കാണുവാൻ നിന്റെ കണ്ണുകൾക്ക് ഭാഗ്യം ദൈവം ഒരുക്കും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. എന്റെ ജോലി നിലനിൽക്കുമോ?
ആമേൻ. അടുത്ത ദിവസം എന്റെ ജീവിതത്തിൽ എന്താകും? ആമേൻ. എന്റെ മെഡിക്കൽ റിപ്പോർട്ട് ആമേൻ എന്തായി തീരും? ഡോക്ടർ പറഞ്ഞു ആമേൻ അതെ അടുത്ത ഒരു ചെക്കപ്പിന് പോണമെന്ന്. ഹല്ലേലൂയ. ആ ചെക്കപ്പ് കഴിയുമ്പോൾ ലഭിക്കുന്ന റിസൾട്ട് എന്താകുമെന്നുള്ള ആശങ്കയാണോ ഇന്ന് രാത്രി നിന്റെ ഉറക്കത്തെ കെടുത്തുന്നത്? മക്കളുടെ ഭാവി എങ്ങനെയാകും? ഹല്ലേലൂയ. ഇതെല്ലാം ചേർന്നതാണ് ആമേൻ അനിസിറ്റി. ഹല്ലേലൂയ. അനിസിറ്റി, ആശങ്ക. ഇന്ന് രാത്രി ആശങ്കയോടെ ഈ കൂട്ടായ്മയിൽ ആരെങ്കിലും പങ്കാളിത്തം വഹിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി പ്രാരംഭത്തിൽ വായിച്ച വാക്യം നിങ്ങൾ അടിവരയിട്ട് ഹൃദയത്തിനകത്തത് എഴുതണം, ഉരുവിട്ടുകൊണ്ടിരിക്കണം. വായിച്ചാട്ടെ. ഹല്ലേലൂയ. സങ്കീർത്തനം ആമേൻ 27:14 മറന്നു പോകരുത്. യഹോവയിൽ പ്രത്യാശ വെക്കുക. ഓ ധൈര്യപ്പെട്ടിരിക്കുക. നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. അതേ യഹോവയിൽ പ്രത്യാശ വെക്കുക. ഹല്ലേലൂയ. ദൈവസഭയ്ക്കകത്തായിരിക്കുന്ന ദൈവജനത്തെ ആത്മാവ് ആമേൻ ശ്രദ്ധിച്ചപ്പോൾ ആമേൻ 100-ൽ ആമേൻ 90% ആളുകളും ആമേൻ വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. അതുകൊണ്ട് അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ്ലീഹ ഫിലിപ്പിയ ലേഖനം 4-ാം 6-7 വാക്യത്തിലൂടെ ആമേൻ അതേ എഴുതി പ്രബോധിപ്പിച്ചത് ഇങ്ങനെയാ: ഒന്നിനെ കുറിച്ച് ചെയ്യണ്ട, വിചാരപ്പെടേണ്ട. ഹല്ലേലൂയ. ഇത്രയൊക്കെ കേട്ടിട്ടും ആമേൻ ഇത്രയൊക്കെ ദൈവം ഇടപെട്ടിട്ടും ഇപ്പോഴും വിചാരപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്, ഇപ്പോഴും ഭയത്തോടിരിക്കുന്നവരുണ്ട്, ഇപ്പോഴും ആശങ്കയോടായിരിക്കുന്നവരുണ്ട്, ഇപ്പോഴും ആകുലതയോടായിരിക്കുന്നവരുണ്ട്. ആമേൻ. ചില ഭാര്യമാര് ഭർത്താക്കന്മാരെ കുറിച്ച് ചുമ്മാ ഇരുന്ന് ആശങ്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ ആമേൻ. ഹല്ലേലൂയ. വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആമേൻ. എന്റെ ഭർത്താവ് എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും? ആമേൻ. അദ്ദേഹം പറയുന്നതൊക്കെ ശരിയാണോ? അദ്ദേഹത്തെ എനിക്ക് അങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. ആമേൻ. ഇങ്ങനെ ചിന്തിച്ച് വിചാരപ്പെട്ട് ഇരിക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് ദുഷ്ടൻ കടന്നു കയറി ആമേൻ അവരെ കൊണ്ട് ആമേൻ സകല പ്രശ്നങ്ങളും ക്രിയേറ്റ് ചെയ്യുക. ഹല്ലേലൂയ. എന്നാൽ ആമേൻ പ്രാർത്ഥനാ റൂമിനകത്ത് ആമേൻ സ്തോത്രത്തോടെ നിന്റെ ഭർത്താവിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. അതേ ചിന്തയെ പ്രാർത്ഥനയാക്കുക. ആമേൻ. ഹല്ലേലൂയ. എന്താണ്? ആമേൻ. ഒന്നിനും ആമേൻ ഹല്ലേലൂയ വിചാരപ്പെട്ട് സമയം പോക്കിയിട്ട് കാര്യമില്ല. എല്ലാറ്റിലും പ്രാർത്ഥനയോടും അപേക്ഷയോടും കൂടെ ആമേൻ. ദൈവം പറയുന്നത് ചിന്തിക്കരുതെന്നല്ല. ഭർത്താവിനെ കുറിച്ച് ചിന്തിക്കരുതെന്ന്, ഭാര്യയെ കുറിച്ച് ചിന്തിക്കരുതെന്ന്, അപ്പനെ കുറിച്ച് ചിന്തിക്കരുതെന്ന്, അമ്മയെ കുറിച്ച് ചിന്തിക്കരുതെന്ന്, മക്കളെ കുറിച്ച്, ജീവിത പങ്കാളിയെ കുറിച്ച് ചിന്തിക്കരുതെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. നാളെ ആരും ക്ലിപ്പെടുത്തിട്ട് ആമേൻ അതെ ടോളുമായിട്ട് വരരുത് കേട്ടോ. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞാൻ എന്റെ വീഡിയോ കണ്ടിട്ട് ആമേൻ ഒരുപാട് സമയം ഇങ്ങനെ വല്ലാണ്ട് ഇരുന്നു പോയി. ആമേൻ. ഒരു പുള്ളിക്കാരൻ ആമേൻ എന്റെ വീഡിയോ കട്ട് ചെയ്ത് ആമേൻ ഒരു ആമേൻ ട്രോൾ ഇറക്കിയിരിക്കുക. ഹല്ലേലൂയ. ആമേൻ. എനിക്ക് ഒത്തിരി കൗതുകം തോന്നി. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ ആമേൻ വെറുതെ സമയം പോക്കരുത്. ഹല്ലേലൂയ. ആമേൻ. ചിന്തിക്കരുതെന്നല്ല, ചിന്തയെ പ്രാർത്ഥനയാക്കുക എന്നാണ്. ഹല്ലേലൂയ. അതാണ് അൻസിറ്റി എന്നത് ആമേൻ കൊണ്ട് അർത്ഥമാക്കുന്നത്. ഹല്ലേലൂയ. പ്രശ്നം മനസ്സിൽ വീണ്ടും വീണ്ടും ഹല്ലേലൂയ ഇങ്ങനെ ഉയർന്നു വരുന്ന അവസ്ഥ. ഹല്ലേലൂയ. ആമേൻ. അതാണ് ഹല്ലേലൂയ ആമേൻ നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ഈ അനിശ്ചിതി എന്നത് ആമേൻ ആശങ്ക എന്നത് ആമേൻ മനസ്സിൽ വീണ്ടും വീണ്ടും ഇങ്ങനെ തികട്ടി അല്ലേ? മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്നത് ആമേൻ അത് ആമേൻ അത് ഇനി ഇങ്ങനെ കൂടിയാൽ എന്താകും അല്ലേ? സ്തോത്രം. ഭർത്താവിനെ കുറിച്ച് ആരോ പറഞ്ഞു. ഹല്ലേലൂയ. അതിങ്ങനെ ഹൃദയത്തിനകത്ത് ഇങ്ങനെ ഉയർന്നു വരുന്ന, വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന
ഭാര്യയെ കുറിച്ച് ആ കേട്ടത് അല്ലെ 3 കൊല്ലം മുമ്പ്, 4 കൊല്ലം മുമ്പ്, 5 കൊല്ലം മുമ്പ് കേട്ടതോ കണ്ടതോ ആരോ പറഞ്ഞതോ ആയ കാര്യങ്ങള് ആമേൻ പിന്നെ പിന്നെ മനസ്സിൽ ഇങ്ങനെ ആമേൻ പൊങ്ങി വരുന്ന ആ അനുഭവം, അത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നത്, ആമേൻ അനുസരിപ്പെടുത്തുന്നത്. ഹല്ലേലൂയ. ആമേൻ അത് നമ്മളെ വിട്ട് പോകണമെന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ അകത്തുനിന്ന് ആമേൻ അത് പൂർണ്ണമായി ആമേൻ റിജക്റ്റ് ആകണമെങ്കിൽ, ഹല്ലേലൂയ, പ്രാർത്ഥനയ്ക്ക് തയ്യാറാകണം. ഹല്ലേലൂയ. പ്രയർ എന്നത് ആ പ്രശ്നം ദൈവത്തിന്റെ കയ്യിൽ വെച്ച് ആമേൻ അതെ നാം ഫ്രീ ആകുന്ന അനുഭവമാണ്. ഹല്ലേലൂയ. ആമേൻ. എന്താ നിന്റെ പ്രശ്നം? ആമേൻ. നിന്റെ ഭർത്താവിനെ കുറിച്ചുള്ള ആശങ്കയാണോ? നിന്റെ ഭാവിയെ കുറിച്ചുള്ള ആശങ്കയാണോ? നിന്റെ നാളെയെ കുറിച്ചുള്ള ആശങ്കയാണോ? നിന്റെ ബാങ്ക് ലോണിനെ കുറിച്ചുള്ള ആശങ്കയാണോ? നിന്റെ ആരോഗ്യത്തെ കുറിച്ചുള്ള ആശങ്കയാണോ? നിന്റെ ആമേൻ ഭാവി എങ്ങനെ ആയിത്തീരും? നിന്റെ ജോലി എന്തായിത്തീരും? നിന്റെ വാർദ്ധക്യം എന്തായിത്തീരും എന്നുള്ള ആശങ്കയാണോ ഇന്ന് രാത്രി നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്? ആമേൻ. നീ പ്രാർത്ഥനാ മുറിക്കകത്ത് മുഴങ്ങാൽ മടക്കുവാൻ തയ്യാറാകൂ. പ്രാർത്ഥന എന്ന് പറയുന്നത് ആമേൻ പ്രശ്നം, ആ പ്രശ്നം ഏത് പ്രശ്നം നിന്നെ ആകുലപ്പെടുത്തുന്ന, നിന്നെ വ്യാകുലപ്പെടുത്തുന്ന, നിന്നെ ആശങ്കപ്പെടുത്തുന്ന, ആമേൻ നിന്നെ ആമേൻ വല്ലാത്ത ഒരവസ്ഥയിലേക്ക് നയിക്കുന്ന, ഹല്ലേലൂയ, ആമേൻ നാളത്തെ ആ എക്സാമിന്റെ റിസൾട്ട് ഹല്ലേലൂയ ആണോ? ആമേൻ മെഡിക്കൽ റിപ്പോർട്ട് ആണോ? ഹല്ലേലൂയ പ്രശ്നം, ആ പ്രശ്നത്തെ ദൈവത്തിന്റെ കയ്യിൽ വെച്ച് ഹല്ലേലൂയ നീ ആശങ്കയിൽ ഇരിക്കുമ്പോൾ നീ പ്രശ്നത്തെ എന്ത് ചെയ്യും? വലുതാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നീ ആശങ്കയിൽ ഇരിക്കുന്തോറും നിന്റെ പ്രശ്നത്തെ നീ വലുതാക്കിക്കൊണ്ടിരിക്കും. ആമേൻ. നീ പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തെ വലുതാക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. 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 ഓ ഷാൽകാബാസിയാറ. ആമേൻ ജീസസ്. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പ്രഷർ ആമേൻ പുറത്തു നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. പ്രഷർ എവിടുന്നാ വരുന്നത്? പുറത്തുനിന്ന്. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ചില റിപ്പോർട്ടുകൾ ആമേൻ എവിടുന്നാ വരുന്നേ? പുറത്തുനിന്നാ വരുന്നേ റിപ്പോർട്ടുകൾ അല്ലേ? സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ സമാധാനം വരുന്നത് എവിടുന്നാണെന്നറിയോ? ആമേൻ. പ്രശ്നം വരുന്നത് പുറത്തുനിന്നാണ്, പീസ് വരുന്നത് ഉള്ളിൽ നിന്നാണ്. ഹല്ലേലൂയ. അകത്തു നിന്നാണ് വരുന്നത്. ആമേൻ. വചനം പറയുന്നു ആമേൻ ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും കാക്കും. ഹല്ലേലൂയ. അതായത് ആമേൻ കൊടുങ്കാറ്റ് പുറത്തുണ്ടായാലും കപ്പലിന്റെ ഉള്ളിൽ സമാധാനം ആമേൻ ഉണ്ടായേക്കാം. ഹല്ലേലൂയ. ശക്തമായ കൊടുങ്കാറ്റ് തിരമാലകൾ ആമേൻ ആ കടലിൽ ആഞ്ഞടിക്കുമ്പോഴും ഹല്ലേലൂയ കപ്പലിൽ വന്നത് തട്ടുമ്പോഴും ആമേൻ കപ്പലിനകത്തായിരിക്കുന്നവര് ആമേൻ സമാധാനത്തോടെ സുരക്ഷിതത്തോടെ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26:3 വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 26-ാം അധ്യായം 3-ാം വാക്യം വേഗത്തിൽ വായിച്ചാട്ടെ. ഹല്ലേലൂയ. സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട്, സ്ഥിരമാനസം നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകയാണ്. നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിന്നിൽ ആശ്രയിക്കുന്നവനെ നീ സമാധാനത്തിൽ കാത്തുകൊള്ളും. ഹല്ലേലൂയ. ആമേൻ. അതെ, ഇന്ന് രാത്രി ഹല്ലേലൂയ പ്രായോഗികമായി ഇന്നു മുതൽ ഹല്ലേലൂയ ജീവിതത്തിൽ ഇത്യാദി ചിന്തകൾ വരുമ്പോൾ ഉടൻ പറയുക, കർത്താവേ ഈ ഭയം ഞാൻ നിനക്ക് കൈമാറുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് രാത്രി മുതൽ നിങ്ങൾ അങ്ങനെ ആമേൻ ശീലിച്ചു തുടങ്ങുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഇന്ന് മുതൽ ഇത്യാദി ചിന്തകൾ വരുമ്പോൾ ഉടൻ പറയുക, കർത്താവേ ഈ ഭയം ഞാൻ നിനക്ക് കൈമാറുന്നു. ഹല്ലേലൂയ. കാരണം 55-ാം സങ്കീർത്തനം 22-ാം വാക്യത്തിൽ ആമേൻ പരിശുദ്ധാത്മാവ് അഭിഷേകത്തിലൂടെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വായിച്ചാട്ടെ.
25 സങ്കീർത്തനം 22 വാക്യം. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക. അവൻ നിന്നെ പുലർത്തും. അവൻ നിന്നെ പുലർത്തും. ഹല്ലേലൂയ. നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. അവൻ ഒരു നാളും സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. നിന്റെ ഭാരമൊക്കെയും ആമേൻ യഹോവയുടെ മേൽ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. യഹോവയുടെ മേൽ വെക്കുക. ഇന്ന് രാത്രി ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനം ശക്തമായി വ്യക്തമായി ആമേൻ പറയുന്നു, നിന്റെ ഭാരം ഒക്കെയും ഹല്ലേലൂയ യഹോവയുടെ മേൽ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ അനിസിറ്റി. എന്താ അനിസിറ്റി? ആശങ്ക. ഹല്ലേലൂയ. ആമേൻ. അത് നമ്മളെ ഭാരം ചുമന്ന് നടക്കുവാനായിട്ട് ഇടയാക്കാം. എന്നാൽ പ്രയർ ആ ഭാരം ദൈവത്തിന് കൈമാറുവാൻ തക്കവണ്ണം ഇടയാക്കാം. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ചെയ്യുന്നത് പ്രഷറിനെ പീസാക്കി മാറ്റുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ ആശങ്കകളും ആമേൻ ഈ വേദനകളും ആമേൻ അനേകരെ ആമേൻ തകർച്ചയിലേക്ക് നയിക്കുമ്പോൾ ഒരു ദൈവ പൈതലിനെ പ്രാർത്ഥനാ റൂമിനകത്തേക്ക് കയറ്റി പ്രാർത്ഥനാ റൂമിനകത്ത് കയറി ആമേൻ ആ ഭാരത്തെ ഇറക്കി വെക്കുന്നവരുടെ ഹൃദയത്തിനകത്ത് ദൈവിക സമാധാനം കൊണ്ട് ദൈവം നിറയ്ക്കുവാനിടയാണ്. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രവചനാത്മാവിൽ ദൈവം ചിലരോട് ഇടപെടുകയാണ്. ഇപ്പോൾ എന്നെ കേൾക്കുന്ന ഈ ശബ്ദം കേൾക്കുന്ന ആരോ ഒരാൾ പറയുന്നു, അല്ല ഇതെന്റെ ജീവിതത്തിലെ അനുഭവമാണ്. ഏറിയ നാളുകളായി ഞാൻ ചുമന്നുകൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങളാണ്. ദൈവാത്മാവ് ഇന്ന് രാത്രി അങ്ങനെയുള്ളവരോട് പറയുന്നു, നിന്റെ ഹൃദയത്തിന്റെ താളം ശാന്തമാകുന്നു. നിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ് കൂടി ആമേൻ ഡിപ്രഷനിലേക്ക്, പ്രഷറിലേക്ക്, ആമേൻ നിന്റെ ആകുലതയിലേക്ക് നയിച്ചുകൊണ്ടിരുന്ന ആ ഭാരമുണ്ടല്ലോ, ആ വിഷയമുണ്ടല്ലോ, ഇന്ന് രാത്രി സ്വർഗം സമാധാനമാക്കി നിന്റെ ഹൃദയത്തിന്റെ ഇടിപ്പ്, ഹൃദയത്തിന്റെ താളം അതെ ശാന്തമാക്കുന്നു. ഹല്ലേലൂയ. നിന്റെ ഭയം അലിഞ്ഞു പോകുന്നു. ഹല്ലേലൂയ. നിന്റെ മനസ്സിൽ ആമേൻ ദൈവത്തിന്റെ സമാധാനം നിറയുന്നു. ഹല്ലേലൂയ. കാരണം ആമേൻ അനിശ്ചിതിയെ, ആകുലയെ നീ പ്രയറാക്കി മാറ്റുമ്പോൾ പ്രഷറിനെ പീസാക്കി ദൈവം മാറ്റുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് ചിലരെ ദൈവം നിറയ്ക്കുന്ന രാത്രിയാ. ഇന്ന് രാത്രി ആ ദൈവിക സമാധാനം അനുഭവിക്കുന്നവർ നന്ദിയോടെ ദൈവത്തെ സ്തുതിച്ചാട്ട. നിങ്ങൾ എവിടെയായിരുന്നാലും, നിങ്ങൾ ഏത് രാജ്യത്തിലായിരുന്നാലും, നിങ്ങൾ ഏത് കൂരിരുളിന്റെ അനുഭവത്തിലായിരുന്നാലും, ഏത് മരുഭൂമിയിലായിരുന്നാലും, ഏത് പത്മോസ് ദ്വീപിന്റെ ഏകാന്തതയുടെ നടുവിലായിരുന്നാലും, ആമേൻ ഇന്ന് രാത്രി ആമേൻ സകല ബുദ്ധിയെ കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് സ്വർഗം ചിലരെ നിറയ്ക്കുകയാണ്. ഓ ശാഖാബര സിയാനഗദര ധനംതുരി നിഗൽകമനഗദനഗ. ഹല്ലേലൂയ. ഇന്ന് രാത്രി ഹല്ലേലൂയ ഹൃദയത്തെ ഉറപ്പിക്കാനാ പറഞ്ഞത്. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ വീട്ടിലെ കൂത്താലി ആമേൻ ഇളകിക്കഴിഞ്ഞാൽ അതിനെ ആപ്പ് വെച്ച് ഉറപ്പിക്കാറുണ്ട്. ഈ ആപ്പ് എന്ന് പറയുമ്പോൾ പേടിയാ. ഒത്തിരി ആപ്പുണ്ടല്ലോ. ഹല്ലേലൂയ. പലരും ആപ്പിലായിക്കൊണ്ടിരിക്കുകയാ, പലരെയും ആപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാ. എന്നാൽ ഇന്ന് രാത്രി ഇളകാതെ നിന്നെ ഉറപ്പിക്കുന്നത് ദൈവത്തിന്റെ വചനമാണ്. ഹല്ലേലൂയ. ആമേൻ. റോമാലേഖനം 15-ാം അധ്യായം 4-ാം വാക്യത്തിൽ ആമേൻ നാം വായിച്ചത്, വചനത്തിൽ ഉറച്ചു നിൽക്കുക,
വചനം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി പ്രത്യാശയിലേക്ക് എന്നെ നിങ്ങളെ നയിക്കുന്ന ആ ദൈവവചനത്തിൽ ഉറപ്പിക്കുന്ന ദൈവത്തിന്റെ ആ ഇടപെടൽ ഇന്ന് രാത്രി ചില ജീവിതങ്ങളിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അത് അനുഭവിക്കുന്നവർ ഇരു കരങ്ങളും അടിച്ച് ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിക്കോ. സ്തുതികളിൽ വസിക്കുന്ന സർവശക്തനായ ദൈവം ഇന്ന് രാത്രി നിന്റെ ആശങ്കയെ എടുത്തു മാറ്റി നിനക്ക് ശുഭകരമായ ഭാവി സ്വർഗ്ഗം നൽകുകയാ. ഹല്ലേലൂയ. റോമാലേഖനം 15-4 വാക്യം. എന്നാൽ മുന്നേ എഴുതിയിരിക്കുന്നതൊക്കെയും നമ്മുടെ ഉപദേശത്തിനായിട്ടും നമുക്ക് തിരുവെഴുത്തുകളാൽ ഉളവാകുന്ന സ്ഥിരതയാലും ആശ്വാസത്താലും പ്രത്യാശ ഉണ്ടാകേണ്ടതിന് തന്നെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പോൾ വചനം നമ്മെ പ്രത്യാശയിലേക്ക് നയിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. രണ്ടാമത് ആമേൻ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ആമേൻ. ഒന്ന് വചനത്തിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ഇന്ന് രാത്രി തലമുറകളോട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ആശങ്കപ്പെടുത്തുന്ന ഏത് വിഷയത്തിനകത്ത് നിന്നും ആമേൻ പുറത്തു കടക്കാൻ ആമേൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഒന്നാമത് ചെയ്യേണ്ടത് വചനത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. ഹല്ലേലൂയ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിൽ എന്ത് ചെയ്യുക? ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. മാതാപിതാക്കളോട് എനിക്ക് പറയുവാനുള്ളത്, ആമേൻ വാർദ്ധക്യത്തിലേക്ക് അടുക്കും തോറും ആമേൻ ആശങ്കകൾ നിങ്ങൾക്കുണ്ടാകാം. ഓ, എന്നെ മക്കൾ നോക്കുമോ? എന്നെ മരുമക്കൾ നോക്കുമോ? എന്നെ കൊച്ചുമക്കൾ നോക്കുമോ? ഓ, എന്റെ അന്ത്യം എങ്ങനെയാകും? ഇത്യാദി വിഷയങ്ങൾ നിങ്ങളെ ഡിപ്രഷനിലേക്ക്, നിങ്ങളെ പ്രഷറിലേക്ക്, ഓ നിങ്ങളെ ഇൻസിറ്റിയിലേക്ക്, ആശങ്കയിലേക്ക് നയിക്കുവാൻ ഇടയാകുന്നത് കൊണ്ട് ഇന്ന് രാത്രി ആമേൻ സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് ഹല്ലേലൂയ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടുവാൻ ഹല്ലേലൂയ ഭാരം യഹോവയുടെ മേൽ വെക്കുക. ഹല്ലേലൂയ. അപ്പൊ ഒന്നാമത് വചനത്തിൽ ഉറച്ചു നിൽക്കുക. ആമേൻ. രണ്ടാമത് ഹല്ലേലൂയ ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം 6-7 വാക്യം. ആമേൻ. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ച് വിചാരപ്പെടരുത്. ഹല്ലേലൂയ. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും. ആമേൻ. ഹല്ലേലൂയ. ഇന്നലകളിൽ ചെയ്തു പോയ ആമേൻ ആ കാര്യങ്ങൾ ആമേൻ കുരുക്കായി പോയി. ആ കുരുക്കഴിക്കാൻ പറ്റുന്നില്ല. ആമേൻ. കുരുക്കഴിക്കുന്നോറും അത് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അല്ലേ? ആമേൻ. ചിലര് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ആമേൻ അടയ്ക്കുന്തോറും പലിശ കൂടി അടയ്ക്കുന്തോറും പലിശ കൂടി വരുന്നതല്ലാതെ അതിൽ നിന്ന് പുറത്തു വരാനായിട്ട് സാധിക്കുന്നില്ല. അതിനെക്കുറിച്ച് ചിന്തിച്ച ആമേൻ ആശങ്കപ്പെട്ട് ഇൻഫിനിറ്റഡ് ആയി ആമേൻ അതേ ഡിപ്രഷനിലേക്ക് പോയി. ആമേൻ അതേ സ്ട്രോക്ക് ആമേൻ തളർച്ച ആമേൻ അങ്ങനെ എന്താകുകയാണ് പ്രിയരേ? രാത്രി പ്രാർത്ഥനാ റൂമിനകത്ത് തന്റെ ലംഘനങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവരോട് കരുണ കാണിക്കുന്ന കരുണാമയനായ കർത്താവ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ആമേൻ പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക. ആമേൻ. ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കത്രേ വേണ്ടത്. ഹല്ലേലൂയ. അപ്പൊ ഒന്ന് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക, ഒന്ന് വചനത്തിൽ ഉറച്ചു നിൽക്കുക, രണ്ട് പ്രാർത്ഥനയിൽ ഉറച്ചു നിൽക്കുക. ഹല്ലേലൂയ. ആമേൻ. അതെ. മൂന്നാമതായി ആമേൻ അതെ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത് ആമേൻ സ്തുതിയിൽ ഉറച്ചു നിൽക്കുക എന്നാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിയിൽ ഉറച്ചു നിൽക്കുക. ആമേൻ. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 17-18 വാക്യം ഒന്ന് വായിക്കാം. ഹബക്കൂക്കിന്റെ പ്രവചനം ആമേൻ 3-ാം അധ്യായം 17-18 വാക്യം.
അത്തിവൃക്ഷം തളർക്കുകയില്ല, അത്തിവൃക്ഷം തളിർക്കുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, ഒലിവ് മരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും, നിലങ്ങൾ ആഹാരം വിളയിക്കുകയില്ല, ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും, ഗോശാലകളിൽ കന്നുകാലികൾ ഉണ്ടായിരിക്കുകയില്ല. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. ഹല്ലേലൂയ. അപ്പോൾ സ്തുതിയിൽ എന്ത് ചെയ്യുക? ഉറച്ചു നിൽക്കുക. അത്തിവൃക്ഷം പൂക്കാതിരുന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ആമേൻ. പ്രത്യാശ സാഹചര്യത്തിൽ നിന്നല്ല, പ്രത്യാശ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നിന്റെ സാഹചര്യങ്ങളെല്ലാം മോശമായിരിക്കാം, നിന്റെ സിറ്റുവേഷൻ എല്ലാം മോശമായിരിക്കാം, എന്നാൽ ഇന്ന് രാത്രി ആമേൻ വചനം പറയുന്നു, അത്തിവൃക്ഷം പൂക്കാതിരുന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. കാരണം പ്രത്യാശ സാഹചര്യത്തിൽ നിന്നല്ല, ആമേൻ, പ്രത്യാശ ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മോശമായാലും ഹല്ലേലൂയ ദൈവത്തെ സ്തുതിക്കുവാൻ നീ തയ്യാറാണോ? പൗലോസും ശീലാസും സാഹചര്യം മോശമായപ്പോഴും കാരാഗൃഹത്തിന്റെ അകത്തടത്തിൽ കിടന്ന് അവർ പാടി ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കാൻ തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, സാഹചര്യം അനുകൂലമായിരുന്നത് കൊണ്ടല്ല, സാഹചര്യം മോശമായതുകൊണ്ട് അവർ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങിയപ്പോൾ ഹല്ലേലൂയ, ഹല്ലേലൂയ, പ്രത്യാശ ദൈവത്തിൽ നിന്ന് അവരുടെ ജീവിതത്തിൽ അവൻ പ്രാപിച്ചിരിക്കുന്നത് കൊണ്ട് ഹല്ലേലൂയ അവർ ആനന്ദിക്കുവാൻ തുടങ്ങി. ഹല്ലേലൂയ. അത്തിവൃക്ഷം പൂക്കാതിരുന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. പ്രിയമുള്ളവരെ, ഇന്ന് ജോലി ലഭിക്കാതിരുന്നാലും, വിസ വൈകിയാലും, ബിസിനസ് നഷ്ടപ്പെട്ടാലും, പ്രവാചകൻ പറയുന്നു സാഹചര്യം മാറാതെ പോലും ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. ഇതാണ് ഫെയ്ത്ത്, ആമേൻ, റെസ്പോൺസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമകാലിക സംഭവങ്ങളോടുള്ള ആമേൻ, ഹല്ലേലൂയ, ഈ കാലഘട്ടങ്ങളിൽ ആമേൻ നാം കാണുകയും കേൾക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ആമേൻ വിശേഷങ്ങളോടുള്ള ബന്ധത്തിൽ ഇന്ന് രാത്രി ആമേൻ നാം എങ്ങനെയായിരിക്കുന്നു? യുദ്ധങ്ങൾ, ഹല്ലേലൂയ, യുദ്ധശ്രുതികൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, മാരക രോഗങ്ങൾ, മാറാവ്യാധി, ഹല്ലേലൂയ, ഇതിന്റെ നടുവിലായിരിക്കുന്ന ദൈവജനത്തോടായി ദൈവം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. സാമ്പത്തിക പ്രതിസന്ധി നിന്നെ തളർത്തിക്കൊണ്ടിരിക്കുകയാണോ? നിന്നെ നിരാശപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? ഹല്ലേലൂയ. നിന്നെ അനിശ്ചയതയിലേക്ക്, ആശങ്കയിലേക്ക് തള്ളി കൊണ്ടുപോവുകയാണ്. രാത്രി ആമേൻ, നീ വചനത്തിൽ പ്രത്യാശ വെക്കുക, നീ വചനത്തിൽ ഉറയ്ക്കുക. ഹല്ലേലൂയ. ആ പ്രതിസന്ധി ആമേൻ നിന്നെ തകർക്കാൻ ഇടയാകാതെ പ്രതിസന്ധിയുടെ നടുവിലും വചനത്തിൽ വേണ്ടി വളരുവാൻ, പ്രാർത്ഥനയിൽ പോരാടുവാൻ, ആരാധനയിൽ ആമേൻ ദൈവസന്നിധിയിൽ സമയം വർദ്ധിപ്പിക്കാൻ നീ തയ്യാറെങ്കിൽ ആമേൻ, ഹല്ലേലൂയ, നിന്റെ പ്രശ്നത്തെ പീസാക്കി മാറ്റുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. മാനസിക സമ്മർദ്ദം, ഹല്ലേലൂയ, പ്രാർത്ഥനയിൽ സമാധാനം, ഹല്ലേലൂയ, പരാജയങ്ങൾ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തുതിയിൽ ജയമുണ്ട് കേട്ടോ. ഹല്ലേലൂയ. സാഹചര്യങ്ങൾ മോശമായാലും ആമേൻ ദൈവത്തെ സ്തുതിക്കുവാൻ എന്ത് ചെയ്യണം? തയ്യാറാകണം. അതാണ് ഹബക്കൂക്കിന്റെ പ്രവാചകൻ ആമേൻ നമ്മോട് പറയുന്നത്, അത്തിവൃക്ഷം പൂക്കാതിരുന്നാലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും. ഹല്ലേലൂയ. ജോലി ലഭിക്കാതിരുന്നാലും, വിസ വൈകിയാലും, ബിസിനസ് നഷ്ടപ്പെട്ടാലും,
ആമേൻ സാഹചര്യം ആമേൻ മാറാതെ പോലും ഞാൻ സന്തോഷിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുന്നുണ്ട്? ഹല്ലേലൂയ. ആരാധനയിൽ ജയമുണ്ട് കേട്ടോ, പ്രാർത്ഥനയിൽ സമാധാനമുണ്ട് കേട്ടോ. ആമേൻ. വചനത്തിലുള്ള പ്രത്യാശയിൽ മാനസികമായ ആ സമ്മർദ്ദം മാറി സമാധാനം നിറയുവാൻ തക്കവണ്ണം ഇടയാകും കേട്ടോ. ഹല്ലേലൂയ. ദൈവം പ്രശ്നം ഒഴിവാക്കുന്നില്ല, എന്നാൽ പ്രശ്നത്തിൽ നിൽക്കുവാൻ ശക്തി നൽകുന്നു. പ്രത്യാശ സാഗരത്തിൽ നിന്നല്ല, ആമേൻ, ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ഹല്ലേലൂയ. ധൈര്യം സ്വാഭാവികമല്ല, ആത്മാവിൽ ജനിക്കുന്നതാണ്. ഹല്ലേലൂയ. വാക്കുകൾക്ക് വിരാമം കുറിക്കുവാൻ പോകുകയാണ്. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവജനത്തോടായി ഞാൻ ആത്മാവിൽ ആമേൻ ദൈവം എന്നെ ഭരമേൽപ്പിക്കുന്ന ദൂതുകൾ പറയുന്നു. നിന്റെ മനസ്സിലെ ഇരുട്ട് മാറുന്ന രാത്രിയാണ്. എന്താ ഇരുട്ടിന്റെ അനുഭവം? ഒന്നും മനസ്സിലാകുന്നില്ല, ഭർത്താവിനെ കുറിച്ചൊന്നും മനസ്സിലാക്കുന്നില്ല. ആമേൻ. ആരോ പറയുന്നത് കേട്ട് സംശയങ്ങൾ, ഹൃദയത്തിലെ തോന്നലുകൾ, ഇതൊക്കെ നിന്നെ അനുസരിച്ചിലേക്ക്, ആശങ്കയിലേക്ക് നയിക്കുന്നു. ഇന്ന് രാത്രി ഇരുട്ടിനെ വെല്ലുന്ന വെളിച്ചമായ ക്രിസ്തു സാക്ഷാൽ ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു എന്ന് പറഞ്ഞത്, വഴിയും സത്യവും ജീവനുമാകുന്നവൻ വചനം ജഡമായി. എങ്കിൽ ഇന്ന് രാത്രി ആ വചനത്തിൽ ഉറയ്ക്കൂ, ആ വെളിച്ചത്തെ സ്വീകരിക്കൂ. യേശുവിന്റെ നാളിതുവരെ ജീവിതത്തിൽ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി യേശുവിനെ സ്വീകരിക്കൂ. യേശുവായിട്ടുള്ള ബന്ധം ദൃഢമാക്കൂ. നിന്റെ മനസ്സിലെ ഇരുട്ട് മാറുന്നു. ഹല്ലേലൂയ. നിന്റെ ഹൃദയം വീണ്ടും ഉറപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ചില ജീവിതങ്ങളെ സ്വർഗ്ഗം ഉറപ്പിക്കുന്ന രാത്രിയാണ്. ഹല്ലേലൂയ. നിന്റെ ഹൃദയത്തിനകത്ത് ആത്മാവ് വീണ്ടും ഉയർത്തെഴുന്നേൽക്കുന്നു. നീ പ്രാപിച്ച ആ ആത്മാവിന്റെ ശക്തിയെ വീണ്ടും ഹല്ലേലൂയ ശക്തിപ്പെടുത്തുന്ന രാത്രിയാണ്. ഓ, പുതുഭാഷകളിൽ പിന്നെ ദൈവത്തെ സ്തുതിക്കുവാൻ, ആ രക്ഷയുടെ സന്തോഷത്തിൽ ആനന്ദിക്കുവാൻ ഇടയാകത്തക്ക വിധത്തിൽ ഇന്ന് രാത്രി എത്ര പേർ ആ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു? ഹല്ലേലൂയ. ദൈവം പറയുന്നു, നിന്റെ ഹൃദയം ഉറച്ചിരിക്കട്ടെ. രാത്രി പ്രാർത്ഥിക്കുവാനായി ആമേൻ കണ്ണുകളെ അടച്ചാൽ സ്നേഹവാനും പരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും രക്ഷകനുമായ യേശു കർത്താവിന്റെ നാമത്തിൽ പിതാവേ, ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനത്തിനായി സ്തോത്രം. ശുശ്രൂഷിപ്പാനടിയെ ശക്തീകരിച്ചതിനായി നന്ദി. വചനം കേട്ട എല്ലാവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വചനങ്ങളിൽ ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും സ്വർഗം അനുഗ്രഹിക്കണമേ. ജീവിതത്തിലെ എല്ലാ ആശങ്കകളെയും ഇന്ന് രാത്രി അവിടുത്തെ കരങ്ങളിൽ ഭരമേൽപ്പിക്കുന്നു. നിരാശയോടായിരിക്കുന്ന ജീവിതങ്ങളിൽ ഇന്ന് രാത്രി പ്രത്യാശ നൽകണമേ. ഭയത്തിന്റെ ഇടയിൽ, ഭയത്തിന്റെ അനുഭവത്തിൽ ആയിരിക്കുന്നവരുടെ മേൽ ധൈര്യം നൽകണമേ. കടബാധ്യതയിൽ ആയിരിക്കുന്നവർക്ക് വഴി തുറക്കണമേ. ആരോഗ്യ പ്രശ്നങ്ങളിൽ ആയിരിക്കുന്നവരുടെ ജീവിതങ്ങളിൽ സൗഖ്യം വ്യാപരിക്കണമേ. കുടുംബങ്ങളിൽ ഐക്യം പകരണമേ.
ഹൃദയത്തെ ഉറപ്പിക്കണം, മനസ്സിനെ കാക്കണം, വിശ്വാസം ജ്വലിപ്പിക്കുവാൻ ഇടയാക്കണമേ. യഹോവയിൽ പ്രത്യാശ വെച്ച് ലജ്ജിക്കപ്പെടുകയില്ല എന്ന വാഗ്ദാനം ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു, ഒരുമിച്ച് സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ആദിയോടൊന്ന് കൂടെയിരുന്ന് ഞങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്ത കർത്താവേ, ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ അങ്ങയുടെ നാമം ചൊല്ലി ഈ കൂട്ടായ്മയിൽ പങ്കാളിത്തം വഹിച്ച എല്ലാവരെയും ഞാൻ അനുഗ്രഹിക്കുകയാണ്. കർത്താവേ, ആശങ്കപ്പെടുത്തുന്ന ആൻസൈറ്റി, പ്രഷർ കർത്താവെ പീസാക്കി മാറ്റുന്ന ദൈവ പ്രവർത്തിക്കാൻ സ്തോത്രം. ഇന്ന് രാത്രി സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് എല്ലാവരെയും നിറച്ചതിനായി നന്ദി. സകല മഹത്വവും മാനവും പുകഴ്ചയും അവിടുത്തേക്ക് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. God bless you. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്, സ്നേഹതീരം പ്രയർ ഫാമിലി. ടെക്നിക്കൽ പ്രോബ്ലം ആമേൻ നേരിടുന്നത് കൊണ്ട് നമ്മുടെ ഈ ലൈവ് പലർക്കും ലഭിക്കുന്നില്ല, പലർക്കും കമന്റ് ഇടാനോ ആമേൻ കോണ്ടാക്ട് ചെയ്യാനോ സാധിക്കുന്നില്ല. അതിൽ ഖേദിക്കുന്നു. എല്ലാം ദൈവം നന്നായി ചെയ്യുന്ന ദൈവമാകയാൽ ഇന്ന് രാത്രി ഒന്നിനെ കുറിച്ചും വിചാരപ്പെട്ട് സമയം പോക്കാതെ ആമേൻ പ്രാർത്ഥനാ റൂമിനകത്ത് ആ വിഷയങ്ങളെ നമുക്ക് പരമേൽപ്പിക്കാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ആമേൻ ഫേസ്ബുക്ക് ആമേൻ മെസ്സേജ് ആമേൻ 24 മണിക്കൂർ ആമേൻ ഫോളോ ചെയ്യാത്ത ആമേൻ ഒരു വ്യക്തിക്ക് കമന്റ് ഇടുവാനായിട്ട് സാധിക്കത്തില്ലെന്നും, അതുപോലെ ആമേൻ ഈ പേജ് അല്ലെങ്കിൽ ഈ അക്കൗണ്ട് ആമേൻ ലൈക്ക് ചെയ്യുകയോ കമന്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യാത്തവർക്ക് ആമേൻ ഇത് അപ് ടു ഡേറ്റ് ലഭിക്കത്തില്ല എന്ന് ആമേൻ ഫേസ്ബുക്ക് ആമേൻ മാനേജർ ആമേൻ ഒരു ഇമെയിൽ എനിക്ക് അയക്കുകയുണ്ടായി. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മെസ്സേജ് അനുഗ്രഹപ്രദമാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ ആമേൻ നിങ്ങൾ അത് ചെയ്യുക. ആമേൻ കമന്റ് ബോക്സിൽ ഒരു കമന്റ് ഇടുക, ആമേൻ ഒരു ലൈക്ക് ചെയ്യുക. ആമേൻ ഇന്നത്തെ ആമേൻ സോഷ്യൽ മീഡിയയിലുള്ള ആമേൻ അതെ ക്രമീകരണങ്ങൾ എന്നെ അറിയിച്ചത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആമേൻ നിങ്ങൾക്ക് ഇനിയും ഈ സന്ദേശങ്ങൾ അപ് ടു ഡേറ്റിൽ ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആമേൻ 24 മണിക്കൂർ ഫോളോ ആമേൻ ഇന്ന് ലൈക്ക് ചെയ്ത് 24 മണിക്കൂർ കഴിഞ്ഞ് ഒരു വ്യക്തിക്ക് മാത്രമേ അടുത്ത ദിവസം ആമേൻ ഓൺലൈനിൽ ആമേൻ കയറി ഈ ആമേൻ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുവാൻ കഴിയത്തുള്ളൂ. ഹല്ലേലൂയ. അങ്ങനെ സോഷ്യൽ മീഡിയ ചില ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന ഒരു റിപ്പോർട്ട് എനിക്ക് ലഭിച്ചു. ആമേൻ നിർബന്ധമില്ല, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ. ആമേൻ പ്രിയമുള്ളവരെ, കർത്താവ് തൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായി കൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ദൈവം നമ്മെ ഫലമേൽപ്പിച്ച ശുശ്രൂഷ നമുക്ക് ആമേൻ ഒരുമിച്ച് ചെയ്യാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ ഈ പാട്ടിന്റെ ആമേൻ വരികൾ അർത്ഥവത്തായത് ആമേൻ ഈ ദിനങ്ങളിൽ പാടുന്ന ആ വാക്കുകളും വരികളും ഇതിനു മുമ്പ് മറ്റാരും എഴുതിയതോ മറ്റാരും പാടിയതോ അല്ല. ഓരോ ദിവസവും ആമേൻ ദൈവം നൽകുന്ന വരികൾ ഹല്ലേലൂയ പാട്ടാക്കി ആമേൻ വരികയാണ്. ഹൃദയം കർത്താവിനെ കേൾക്കുമോ? കണ്ണീരിന്റെ ഭാഷയിൽ ഞാൻ പ്രാർത്ഥന ചൊല്ലുമ്പോൾ നീ മൗനത്തിൽ തന്നെ സമാധാനം ചൊരിയുന്നു. പേടിയുടെ കാറ്റുകൾ വീശിയാലും നിന്റെ വാക്കെന്നെ നിൽക്കാൻ പഠിപ്പിച്ചു. സമ്മർദ്ദം ചുറ്റും വളഞ്ഞാലും നിന്റെ കൃപെന്നെ താങ്ങി നിർത്തുന്നു. എങ്സരി ഞാൻ പ്രേയറിയാക്കുമ്പോൾ പ്രേഷനി പീസാക്കി മാറ്റുന്നു. തകർന്ന മനസ്സ് നിന്റെ കൈകളിൽ വീണ്ടും പുത്തനായി ഉയർത്തെഴുന്നു. ഇരുട്ട് നീണ്ട രാത്രിയായ
കണ്ണീർ വിതച്ച വഴികളിൽ ആനന്ദകലം നീ മുളപ്പിക്കുന്നു. പ്രത്യാശയുടെ ശബ്ദം ഹൃദയത്തിൽ ഉയരുന്നു. ഞാൻ നിന്നോടുകൂടെ എന്ന നിന്റെ വാഗ്ദത്തം. ആശങ്കയും സമ്മർദ്ദവും നമ്മെ ചുറ്റിയാലും ദൈവസന്നിധിയിൽ അവയ്ക്ക് ശക്തിയില്ല. ആൻസൈറ്റി പ്രാർത്ഥനയായി മാറുമ്പോൾ പ്രഷർ സമാധാനമായി മാറുന്നു. ഇപ്പോൾ നിന്റെ ഭയം വിട്ടുകൊടുക്കൂ, നിന്റെ ഹൃദയം തുറക്കൂ. ഈ പാട്ട് ഒരു ഗാനം മാത്രമല്ല, ഒരു സമർപ്പണമാണ്. പാടുമ്പോൾ വാക്കുകൾ മാത്രം പാടരുത്, നിന്റെ ഹൃദയം തുറക്കൂ, നിന്റെ കണ്ണീർ മറക്കരുത്. അത് പ്രാർത്ഥനയായി മാറട്ടെ. കാരണം അവൻ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്നോട് കൂടെയുണ്ട്. അങ്ങനെ വിശ്വാസത്തോടെ നമ്മൾ ഈ പാട്ട് സമർപ്പിക്കാം. ഹല്ലേലൂയ. ആശങ്കയുടെ ഭാരവുമായി ഞാൻ നിന്നെ സമീപിച്ചു, അടങ്ങിയില്ല ഹൃദയം. കർത്താവേ, നീ കേൾക്കുമോ? ആശങ്കയുടെ ഭാരവുമായി ഞാൻ നിന്നെ സമീപിച്ചു, അടങ്ങിയില്ല ഹൃദയം. കർത്താവേ, നീ കേൾക്കുമോ? കണ്ണീരിന്റെ ഭാഷയെല്ലാം പ്രാർത്ഥന ചൊല്ലുമ്പോൾ നീ മൗനത്തിൽ തന്നെ സമാധാനം ചൊരിയുന്നു. പേടിയുടെ കാറ്റുകൾ വീശിയാലും നിന്റെ വാക്യെന്നെ നിൽക്കാൻ പഠിപ്പിച്ചു. സമ്മർദ്ദം ചുറ്റും വളഞ്ഞാലും നിന്റെ കൃപെന്നെ താങ്ങി നിർത്തുന്നു. എൻസൈറ്റി ഞാൻ പ്രേയറാക്കുമ്പോൾ പ്രഷർ നീ പീസിയാക്കി മാറ്റുന്നു. തകർന്ന മനസ്സ് നിന്റെ കൈകളിൽ വീണ്ടും പുത്തനായ ഉയർത്തെഴുന്നു. ഇരുട്ട് നീണ്ട രാത്രിയായാലും പാദം നീ തന്നെയല്ലോ യേശുവേ. കണ്ണീർ വിതച്ച വഴികളിൽ ആനന്ദകലം നീ മുളപ്പിക്കുന്നു. പ്രത്യാശയുടെ ശബ്ദം ഹൃദയത്തിൽ ഉയരുന്നു. ഞാൻ നിന്നോടുകൂടെ എന്ന നിന്റെ വാഗ്ദാനം മതിയാകുന്നു. Hallelujah. Thank you, Jesus. Amen. Hallelujah. Thank you, Lord Jesus. Amen. God bless you. നിങ്ങൾക്ക് ഈ കൂട്ടായ്മ അനുഗ്രഹപ്രദമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥന വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ആമേൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. ആമേൻ. കാണും വരെ ദൈവം അവിടെ ഇടങ്ങളിലായി എല്ലാവരെയും സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. See you again. ദൈവം അനുവദിച്ചാൽ വരും ദിവസങ്ങളിൽ വീണ്ടും നമുക്ക് ആത്മീയ കൂട്ടായ്മയിൽ ആമേൻ പങ്കാളിത്തം വഹിക്കാം. അതുവരെ ദൈവം എല്ലാവരെയും സമാധാനത്തോടെ അവിടെ ഇവിടങ്ങളിൽ സൂക്ഷിക്കട്ടെ, പരിപാലിക്കട്ടെ. God bless you. See you again.